അസീസ് ഇവിടെ പൊന്നാനിക്കാരനല്ലേ? ഓ ഇക്ക ഇതിന്റെ പരിപാടി എങ്ങനെയാ? നമ്മള് ഈ വള്ളം ബോട്ട് പോയി കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ വരിക? വലിയ ബോട്ടൊക്കെ 4 ദിവസം 5 ദിവസമൊക്കെ കിടക്കും അല്ലേ? അത് കഴിഞ്ഞേ വരുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തിരുന്നേ ഇവര് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ വരും എന്നുള്ള രീതിയിലാണ് വന്നിട്ട്. ചെറുബോട്ടുകളെ വരുള്ളൂ. ഓ അപ്പൊ ഇതിനകത്ത് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇടാനുള്ള ഫ്രീസറും സംവിധാനങ്ങളെല്ലാം എത്ര മണിക്കൂറുണ്ടാവും? 10 മണിക്കൂർ. ആണോ? കിടക്കാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. ഫുഡ് എല്ലാ സംഭവം, ക്രെയിൻ എല്ലാ സെറ്റപ്പും ഉണ്ട്. അടിപൊളി. ഇത് ഇപ്പോ എല്ലാ സംവിധാനം ഉണ്ട്. ചിലപ്പോൾ മീൻ കിട്ടിയാൽ നേരത്തെ വരും അല്ലേ? ഇപ്പൊ എത്ര വർഷമായിട്ട് ചെയ്യുന്നത്? ഓ അത് ശരി, വരുള്ളൂ. എന്നിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യണോ ഇവിടുത്തെ മീനുകൾ? ആണല്ലേ? ഇത് എക്സ്പോർട്ട് ചെയ്യണം ഇവിടുത്തെ? എല്ലാ മീനുകളും ഉണ്ടല്ലോ ഇവിടെ അല്ലേ? ഇതിപ്പോ എല്ലാം ഓരോരുത്തരുടെ ബോട്ടുകളാ ഇതല്ല അല്ലേ? ആണല്ലേ? നമുക്ക് എത്ര ബോട്ടുണ്ട്? ഇതേ ഉള്ളൂ പൊന്നാനി തന്നെ. നമുക്കൊന്ന് കയറി കണ്ടാലോ? വരുന്നോ? വാ കയറി വാ. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഓരോ ദിവസം വരുന്ന ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പോയി വരുന്നവരോ ഇങ്ങനെ ഉണ്ടല്ലേ? ചെറുപ്പം പോയി വരുന്നവരാ. അല്ല നമ്മളെപ്പോ വന്നാലും ഇവിടെ മീൻ കാണാം. കാരണം അതെന്ന് വെച്ചാല് നേരത്തെ പോയിട്ടുള്ള ബോട്ടുകൾ കഴിഞ്ഞ ദിവസം പോയവരുണ്ട്. വെള്ളിയാഴ്ച ദിവസം സാധാരണ അവധിയല്ലേ? പോയിട്ടുള്ളവര് വരും. ബംഗാളിയിലെ ആൾക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ പോയിട്ട് വരും. ഇത് തന്നെ, ഇത് ഫ്രീസറാണ് ഇത്? ഓയോ ഉമ്മാരൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ടോ? കോക്രോച്ചസ് ഒക്കെ. ഇത് വലിയ അണ്ട പോലെ. വലിയ അള്ള അല്ലേ? ഇത് എത്ര അറിയാം? ഇത് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നമ്മളിതിനകത്ത് ഇറങ്ങിയിടുവോ അതോ ഇറങ്ങിയിടും? അടുക്കി ഇടുവാ. ലൈറ്റ് ഉണ്ടോ അകത്ത്? ഉണ്ടല്ലേ? എന്നിട്ട് വേണേ കാണാലോ. ഇത് എങ്ങനെയാണ് സംഭവം? കിടക്കുന്ന സംഭവം എങ്ങനെയാണ്? ഇതിനകത്ത് എത്ര 10 പേർ കിടക്കാലേക്കാ? നമ്മുടെ കപ്പിത്താൻ ഇതിലാണ് കിടക്കുന്ന ആൾക്കാര്. ഇതിനകത്താ കിടക്കുന്നല്ലേ? നമ്മുടെ ഇത് റേഡിയോ അല്ലേ? വയർലെസ് GPS എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇത് മീനുള്ള ഇവിടെ നമുക്ക് മീൻ അറിയാൻ പറ്റും. ലൊക്കേഷൻ GPS മീനിന്റെ ഇത് അറിയാൻ വേണ്ടി അല്ലേ? എന്താ പറഞ്ഞേ? ടാബ് എന്തിനാത്? അതെ അറിയാൻ പറ്റും. നെറ്റ് ഉണ്ട് അല്ലേ? ആരാ? ഇതാണ് പുള്ളിദേവാണോ എന്റെ കൈകാര്യം ചെയ്യുന്നത്? ഇക്കാണോ ചെയ്യുന്നേ? അത് ശരി. പോയ 5 ദിവസം കഴിഞ്ഞു, അല്ലെങ്കിൽ വരായിരുന്നു കൂടത്തി. അല്ല ഞാൻ വന്നേനെ, ഉറപ്പായിട്ടും വന്നേ. ഭയങ്കര ഇഷ്ടാ. അപ്പൊ ഇത് ടാബില് നമ്മള് നെറ്റ്വർക്ക് കിട്ടും അല്ലേ? സാറ്റലൈറ്റ് എന്നുള്ള പിടിക്കും. അത് 2 എണ്ണം ഉണ്ടല്ലേ? അത് ഒന്ന് ഇതൊന്ന് 2 എണ്ണം. അപ്പൊ ഇതും ടാബിനകത്ത് നമുക്ക് സാറ്റലൈറ്റ് എന്നുള്ള നേരിട്ട് കിട്ടില്ല കേട്ടോ. ഈ നെറ്റ്വർക്ക് പോയാലും വേറെ GPS ഉണ്ട്. അതെന്ത് GPS അത്? അതെന്ത് GPS അത്? വൈഫൈ മോഡാണത്. അത് നേരെ സാറ്റലൈറ്റിൽ നിന്നുള്ള അല്ലേ? അത് ശരി. അതിന് നേരിട്ട് കിട്ടും. ഇത് ഈ ടാബിൽ എങ്ങനെ കണക്ട് ചെയ്യുന്നേ? ഇത് തമ്മിൽ കണക്ട് ചെയ്യും. അപ്പൊ കറക്റ്റ് വിവരങ്ങൾ അറിയാം. അതായത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ച് മീൻ കിട്ടി, അപ്പൊ അതേ റൂട്ടിൽ തന്നെ നമുക്ക് വലിക്കാം. പിന്നെ പോവാം, അടുത്ത പ്രാവശ്യം പോവാം. ലൊക്കേഷൻ അറിയാൻ വേണ്ടിട്ട് പോയിന്റ് ചെയ്ത് മാർക്ക് ചെയ്താ. അപ്പൊ ഇക്കാണ് അതിന്റെ മെയിൻ ഡ്രൈവർ, കപ്പിത്താൻ അല്ലേ? അത് ശരി. എനിക്ക് പിള്ളേരൊക്കെ അത് ശരി. ഇതിപ്പം പള്ളിയിൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോ എന്നോട് പറഞ്ഞു ഞങ്ങളെ മക്കളെ ഒന്നും കാണിക്കണ്ടെന്ന് പറഞ്ഞു. ഇറക്കത്തില്ല. എന്നോട് പറഞ്ഞവര് ഇത് ഇറങ്ങിയ ചേട്ടാ ഇറങ്ങിയ ഫ്രീസർ കാണിക്കാം അല്ലേ? ഒന്ന് പിടിച്ചേക്ക്. കൈ വരല് മാറ്റി പിടിച്ചാൽ മതി. ഞാൻ ഇറങ്ങുന്ന ഞാനൊന്ന് ഇറങ്ങി നോക്കൂ കേട്ടോ. ഇതുവഴി ഇറങ്ങിയ പുള്ളി ഇങ്ങനെ ഇറങ്ങിയല്ലേ? ചവിട്ടി വെച്ചോ. ഇങ്ങനെ ഇറങ്ങിയല്ലേ? നല്ല തണുപ്പാണല്ലോ ഇതിനകത്ത്. അത് ഫ്രീസറല്ലേ? ഒന്ന് കാണിച്ച്, ക്യാമറ കാണിച്ച്. എങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ അകത്തുള്ള സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ആൾക്കാരെ ഒന്ന് കാണിക്കാൻ വേണ്ടി. ഇത്രയും വലിയ അറയല്ലേ ഉള്ളത്? വയ്യാ. ഇത് കഴിയെല്ലാം വൃത്തിയാക്കിട്ട് അതുള്ള പച്ചക്കറി സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്ര മതിയോ?
അബി ആ ഉണ്ടോ ഇത് ഒരാറ ഉണ്ടോ ഇതിനകത്തെല്ലാം വാരി ഇടുക എന്നിട്ട് ഫ്രീസർ ഇട്ടിട്ട് നല്ല തണുപ്പ് അതിനകത്തല്ലേ. ഓ ഇത്രയും സംഭവത്തിലാണ് മീനിങ് വരുന്നത്. കയറി പോകാം 1 2 3 4 5 10 അറയുണ്ട്. ഇത്രയും സാധനം മത്തങ്ങ ഓരോ സാധനം പമ്പിന് അയ്യേ ബാ. ഓ ഞാൻ മേലോട്ട് കയറും കേട്ടോ. സ്റ്റെപ്പല്ലേ ഇതിനു വേണ്ടിയുള്ള അല്ലേ? ഇത് പുതിയ വണ്ടി മേടിച്ചാണോ നമ്മള്? 3 വർഷം കഴിഞ്ഞല്ലേ? ഇതിന് എന്നാ വിലയുള്ള ഇതിന്? എന്ത് വിലയുള്ള ഇതിന്? 65 ലക്ഷം വരും. നമ്മുടെ ഫ്ലാഗ് ഒക്കെ ആയിട്ടല്ലേ? നിങ്ങൾ എവിടം വരെ പോകും? കടലിൽ എത്ര ഉള്ളിൽ വരെ പോകും? കടലിൽ ഞങ്ങൾ മീനനുസരിച്ച് എവിടെയാണ് മീനുള്ളത് വയർലെസ്സിന് നമ്മൾ ചെയ്തമാർക്കുണ്ടാവും. കൂട്ടുകാർ പറയും. കൂട്ടുകാർ ചേറ്റുകളുണ്ട്, അതുപോലെ കൊച്ചിയിലുണ്ട്, അതുപോലെ ആലപ്പുഴയുണ്ട്. ഓ നിങ്ങൾ അങ്ങോട്ടൊക്കെ പോകും. വിളിച്ചിട്ട് ഈ ഒരു 10-50 കിലോമീറ്റർ ഉള്ളിലുള്ള കളിയോളല്ലേ? 50 കിലോമീറ്റർ പോകില്ലല്ലോ. കൊല്ലം മുതൽ ഈ റൂട്ടിലെല്ലാം പോകും. ഈ അപ്പൊ കിടക്കാനുള്ള സംവിധാനം അത് ഇത് ഈ ഫ്രണ്ടിൽ എന്തെങ്കിലും ഇത് ഇതെന്തോ ഇതും അതുപോലെ ഫ്രീസറാണോ? അല്ലല്ല, ഇത് വലകള് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കൂട്ടി വെച്ചിരിക്കുന്ന. ഒന്ന് തുറന്നാ കാണാം. ഇതന്നെ ഇത് ഐസ് ചൊരി എന്ന് പറഞ്ഞാ ഈ ചാക്കിലേക്കിട്ടാണ് കൊണ്ടുവരുന്നത്. ഇതുകൊണ്ട് ഐസ് ഉണ്ടോ പിന്നെ കാണിച്ച് തണുക്ക് പോകാതിരിക്കാൻ വേണ്ടി അല്ലേ? കൊറേ ഐസ് കൊണ്ടാ പോകുന്നത് അല്ലേ? ഇത് ഫുൾ ഐസായത്. ഇത് മൂടിയിട്ടിരിക്കുക. ഇതിനകത്ത് ആളിറങ്ങുമോ? ഇറങ്ങിയിട്ട് ഇത് മൂടിയിടും. ഓക്കെ. ഇങ്ങനെ സെറ്റപ്പ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. മീൻ പിടിക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ നമ്മൾ കണ്ടിട്ടില്ല. ഇത് ജനറേറ്ററാ. എത്ര ഡീസൽ? 4000 രൂപ ഡീസൽ കൊണ്ടാ പോകുന്നത്. എത്ര ലിറ്റർ ഡീസൽ വരും? എപ്പോഴേലും ഡീസൽ ഇല്ലാതെ വല്ലതും വന്നിട്ടുണ്ടോ? അതിനനുസരിച്ച് നോക്കി വരും. അറിയാം, നമുക്ക് ഗേജ് അറിയാം. ഇത് എന്നത് വല അല്ലേ? കാണാൻ പറ്റുമോ? പുതിയ വലകളൊക്കെ പുതിയ എടുത്തിടും. ഇതെല്ലാം ഒന്ന് കാണാൻ പറ്റുമോ? ഇത് ഇതിലാണ് കിടക്കുന്നല്ലേ? 10 പേർക്ക് വരെ കിടക്കാം. എല്ലാം ഭായിമാരാണോ മൊത്തം പണിക്കാർ? 9 ഭായിമാര്, ഒരാൾ നാനുണ്ട്. ചേട്ടൻ മാത്രമേ ഉള്ളൂ? അതാണ് മലകളിൽ കൊണ്ടുപോകില്ലല്ലേ? മലയാളികൾ ഭയങ്കര ഡിമാൻഡാ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം വന്ന രണ്ടാമത്തെ ദിവസം അവർ പറയും എനിക്ക് വയ്യ, അപ്പോയിന്റ്മെന്റ് ഉണ്ട്, കുട്ടികൾക്ക് ചെറിയ പ്രശ്നമുണ്ട്, വയ്യാന്നൊക്കെ പറയും, വീട്ടിൽ ചെറിയ പ്രശ്നമുണ്ട്. ഈമാര് ഡയലോഗാ. ഇതാകുമ്പോ ഇവർക്ക് ഒരു കുഴപ്പമില്ല. നമുക്ക് സ്ഥിരമായിട്ട് പോവാം, വിശ്വസിക്കാം. വേറെ ആളെ കൊണ്ടുവരും നമ്മളെ. ഇത് മൊത്തം വല സംവിധാനം അല്ലേ? അടിപൊളി. അവിടെ അക്ക വളരെ സന്തോഷം കേട്ടോ. ഇനി ഇതുപോലെ നമുക്ക് പരിചയമുള്ളതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടോ, അല്ലെങ്കിൽ അടിക്കുകയില്ലായിരുന്നു അല്ലേ? അതുകൊണ്ട് മാഷിനെ അറിയാവുന്നതുകൊണ്ടാണ് അല്ലേ? വൈഫിന്റെ പപ്പാനൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അല്ലെ അങ്ങനെ സാമനെ ആർക്കും ഒന്നും കാണിച്ചു കൊടുക്കൂല അല്ലേ? ഇത്ര വെളിക്കട വന്ന് കണ്ടിട്ട് പോവാം. കയറൂല. വളരെ സന്തോഷം കേട്ടോ. താങ്ക്സ്. ഓക്കെ പയ്യ. ഓക്കെ എന്നാ എല്ലാവരോടും താങ്ക് യു.